21.5 ലക്ഷം രൂപ അക്കൗണ്ടിലേക്ക് മാറ്റി നൽകുന്നതിന് തൊട്ടു മുൻപ് അക്കൗണ്ട് ഉടമ ആരെന്ന് നോക്കാൻ ജീവനക്കാരൻ വിനോദ് ചന്ദ്രന് തോന്നിയത്. അതിലൊന്നിൽ മാത്രമാണ് മഞ്ഞാടി സ്വദേശിനി 68-കാരിക്ക് വലിയ നഷ്ടം ഒഴിവായത്. സ്ഥിര നിക്ഷേപങ്ങൾ 3 നിന്നും തുക പിൻവലിച്ചാണ് വീട്ടമ്മ പണം തട്ടിപ്പ് സംഘത്തിന് കൈമാറാൻ ഒരുങ്ങിയത്. മക്കളുടെ അക്കൗണ്ടിലേക്ക് പണം നൽകുന്നതിലേക്കായി സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിക്കുന്നു എന്നാണ് വീട്ടമ്മ ബാങ്ക് ജീവനക്കാരെ ധരിപ്പിച്ചിരുന്നത്. പലപ്പോഴും പല ആളുകളും ചിലപ്പോൾ ഇത് നമ്മളോട് പറയാതെ തന്നെ ഇത് കാരണം തട്ടിപ്പിന് ഇരയായിട്ട് നാണക്കേടാണ് മിണ്ടാതിരിക്കുന്ന ആൾക്കാരും ഉണ്ടാവും. ഇതിന് മാക്സിമം നമുക്കൊരു അവയർനെസ് കൊടുക്കുക, ബോധവൽക്കരണം ധാരാളം ചെയ്യുക. നമുക്ക് ഈ ഒരു പരിചയമില്ലാത്ത ആൾക്കാർക്ക് പൈസ അയച്ചു കൊടുക്കാതിരിക്കുക. ഇത്തരം വിർച്വൽ അറസ്റ്റ് അല്ലെങ്കിൽ അനാവശ്യമായ ഓഫറുകൾ അല്ലെങ്കിൽ ബാങ്കിന്റെ ആപ്പുകൾ ഇൻസ്റ്റാൾ ചെയ്യാൻ പറയുക, ഇത്തരം കാര്യങ്ങളൊക്കെ വരുമ്പോൾ നമുക്ക് അറിവുള്ള ഒരാളെടുത്ത് തിരക്കുകയോ പോലീസിൽ ബന്ധപ്പെടുകയോ ബാങ്ക് അധികൃതരോട് ബന്ധപ്പെടുകയോ ചെയ്തു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരം തട്ടിപ്പിൽ നിന്ന് ഒരു പരിധിവരെ നമുക്ക് രക്ഷപ്പെടാൻ സാധിക്കും. വിനോദ് ചന്ദ്രൻ, ബാങ്ക് മാനേജർ ഡെൽന ഡിക്സൺ, മറ്റു ജീവനക്കാർ എന്നിവരെ കളക്ടർ അഭിനന്ദിച്ചു. കഴിഞ്ഞ ഞായറാഴ്ചയായിരുന്നു സംഭവങ്ങളുടെ തുടക്കം. ഉച്ചയോടെ മഞ്ഞാടി സ്വദേശിനിയുടെ നമ്പറിലേക്ക് വീഡിയോ കോൾ വന്നു. മുംബൈ ക്രൈം ഡിപ്പാർട്ട്മെന്റിൽ നിന്നാണെന്ന് അവകാശപ്പെട്ടു. ബാങ്ക് അക്കൗണ്ടിലും ആധാർ നമ്പറിലും തിരിമറിയുണ്ടെന്ന് അറിയിച്ചു. തുടർന്ന് പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് അക്കൗണ്ടിലുള്ള മുഴുവൻ തുകയും കൈമാറണമെന്നായിരുന്നു ആവശ്യം. ഇതോടെ പരിഭ്രമിച്ച വീട്ടമ്മയെ രാത്രി 11:30 വരെ ഫോൺ കോളിൽ തന്നെ നിർത്തി. പിറ്റേന്ന് പുലർച്ചെ 5-ന് വീഡിയോ കോൾ തുടർന്നു. ഭീഷണിക്ക് വഴങ്ങിയാണ് വീട്ടമ്മ യഥാർത്ഥ കാര്യങ്ങൾ തുടക്കത്തിൽ ബാങ്ക് ജീവനക്കാരോട് മറച്ചുവെച്ചത്. മാതൃഭൂമി ന്യൂസ്, പത്തനംതിട്ട. കൂടുതൽ സംസാരിക്കാൻ CK അഭിലാൽ തന്നെ നമുക്കൊപ്പം ചേരുന്നുണ്ട്. അഭിലാൽ, 21.5 ലക്ഷം എന്ന് പറയുമ്പോൾ അതൊരു ചില്ലറ തുകയല്ല അല്ലേ? വിദഗ്ധമായ രീതിയിൽ ബാങ്ക് ജീവനക്കാർ ഇടപെട്ടത് കൊണ്ട് വലിയൊരു തട്ടിപ്പ് ഒഴിവായി കിട്ടി. പക്ഷെ അപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ടത്, നിരന്തരം ഇത്തരം സൈബർ തട്ടിപ്പുകൾ നടക്കുമ്പോഴും ഇതിനെക്കുറിച്ചൊരു ബോധ്യവുമില്ലാത്ത ആൾക്കാർ നമുക്ക് ചുറ്റുമുണ്ട് എന്നതും കൂടി ഒരു വാസ്തവമാണല്ലേ? സൈബർ തട്ടിപ്പുമായി ബന്ധപ്പെട്ട നിരന്തരം വാർത്തകൾ മാധ്യമങ്ങളിൽ വരുന്നുണ്ടെങ്കിൽ പോലും അതൊന്നും ശ്രദ്ധയിൽ വരാത്ത ഒരു കൂട്ടം ആളുകൾ ഇപ്പോഴും നമ്മോടൊപ്പമുണ്ട്. നമ്മോടൊപ്പം സമൂഹത്തിൽ ജീവിക്കുന്നു എന്നതിൻ്റെ ഒരു തിരിച്ചറിവായി കൂടി ഈ വാർത്തയെ നമുക്ക് കാണേണ്ടതുണ്ട്. വിദേശത്ത് ജോലി ചെയ്യുകയും പിന്നീട് നാട്ടിലേക്ക് മടങ്ങി വിശ്രമ ജീവിതം നയിക്കുകയും ചെയ്തിട്ടുള്ള 68-കാരിയാണ് തട്ടിപ്പ് സംഘത്തിൻ്റെ വലയിൽ അകപ്പെട്ടത്. അവർ നിരന്തരം ഭീഷണിപ്പെടുത്തി ഈ വിവരങ്ങൾ പുറത്തു പറഞ്ഞാൽ അത് ദൂരവ്യാപകമായ പ്രത്യാഘാതങ്ങൾ ഉണ്ടാകുമെന്ന് പറഞ്ഞ് വിശ്വസിപ്പിച്ചത്. അത് കൃത്യമായി ഫോളോ ചെയ്തുകൊണ്ടാണ് പണം കൈമാറുന്നതിന് വേണ്ടി 68-കാരി ബാങ്കിലേക്ക് കടന്നു വരുന്നത്. അങ്ങനെ 3 സ്ഥിര നിക്ഷേപങ്ങൾ പിൻവലിച്ചുകൊണ്ട് 21.5 ലക്ഷം രൂപ മറ്റൊരു അക്കൗണ്ടിലേക്ക് ട്രാൻസ്ഫർ ചെയ്യണമെന്ന് ആവശ്യപ്പെട്ടപ്പോൾ ഇത്ര കൂടിയൊരു തുക എന്താവശ്യത്തിനാണ് മാറ്റുന്നത് എന്ന് ചോദിച്ചപ്പോൾ ഡൽഹിയിലുള്ള മക്കളുടെ അക്കൗണ്ടിലേക്ക് മാറ്റാനാണ് ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നൽകിയ അക്കൗണ്ടിൻ്റെ വിശദാംശങ്ങൾ കൂടി അക്കൗണ്ട് ഹോൾഡർ ആരാണ് എന്നുകൂടി ജീവനക്കാരൻ പരിശോധിച്ച് വിനോദ് ചന്ദ്രൻ. അദ്ദേഹത്തിൻ്റെ ഒരു ജാഗ്രതയാണ് സത്യത്തിൽ ഈ വീട്ടമ്മ പറഞ്ഞതും അക്കൗണ്ട് നമ്പറിൻ്റെ ഉടമയും 2 എന്ന് വ്യക്തമാവുകയും ചില സംശയങ്ങൾ ഉണ്ടാവുകയും ചെയ്തു. അങ്ങനെ മൊബൈൽ ഫോണിൽ വന്ന മെസ്സേജുകൾ കാണിക്കാൻ ആവശ്യപ്പെടുന്നു. ആദ്യഘട്ടത്തിൽ അവർ തയ്യാറായില്ല. പിന്നീട് നിർബന്ധത്തിന് വഴങ്ങി മെസ്സേജുകൾ കാണിക്കുന്നു. ഈ സമയവും അവരുടെ ഫോണിലേക്ക് വീഡിയോ കോളുകൾ വന്നുകൊണ്ടിരിക്കുകയായിരുന്നു. അങ്ങനെ ഒരു കോൾ അറ്റൻഡ് ചെയ്തപ്പോൾ അതിൽ സുപ്രീം കോർട്ട് ഓഫ് ഇന്ത്യ എന്നുള്ള ബാക്ക്ഗ്രൗണ്ടുള്ള പശ്ചാത്തലമുള്ള ഒരു ചിത്രവും അതിലൊരാളെയും കണ്ടതോടുകൂടിയാണിത് സ്ഥിരം നമ്പറാണ് തട്ടിപ്പുകാരുടേതെന്ന് ബോധ്യപ്പെട്ടു. അങ്ങനെ ആ നമ്പർ വന്ന ഏത് നമ്പറിൽ നിന്നാണോ മൊബൈലിലേക്ക് കോൾ വന്നത് ആ നമ്പർ ബാങ്ക് ജീവനക്കാർ തന്നെ ബ്ലോക്ക് ചെയ്യുകയാണ് ഉണ്ടായത്. അങ്ങനെ 21 ലക്ഷം രൂപ കൈമാറ്റപ്പെടുന്നതിന് തൊട്ട് മുൻപ് ബാങ്ക് ജീവനക്കാർ ഇടപെട്ടത് കൊണ്ടാണ്. തീർച്ചയായും അഭിനന്ദിക്കേണ്ട ഒരു ഇടപെടൽ തന്നെയാണല്ലേ. അതുകൊണ്ട് തന്നെയാണ് കളക്ടർ നേരിട്ടെത്തി അവരെ അഭിനന്ദിച്ചതും. ശരി, അപ്പോൾ ഇതിൽ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഈ ഇതുപോലെയുള്ള തട്ടിപ്പുകളിൽ വീഴാതിരിക്കുക. ഈ സൈബർ അറസ്റ്റ്, വിർച്വൽ അറസ്റ്റ് എന്നതൊക്കെ തട്ടിപ്പുകളാണെന്ന് നമ്മൾ നിരന്തരം പറയുന്നുണ്ട്. ഇന്നലെ കൂടി നമ്മൾ ഈ ഒരു കാര്യം പറഞ്ഞതേ ഉള്ളൂ. അപ്പോഴും ഇത്തരത്തിലുള്ള കാര്യങ്ങൾ വീണ്ടും ആവർത്തിക്കുന്നു എന്നതാണ്. എന്നാലും ജനങ്ങൾ ഈ ഒരു കാര്യത്തിൽ ജാഗ്രത പാലിക്കുകയും വേണം.